കുന്നംകുളം കാണിയാമ്പാൽ CMS സ്കൂളിൽ 38 വർഷമായി സ്കൂളിൽ പാചക ജോലി ചെയ്യുന്ന MK സരസ്വതിയെ നിയമവിരുദ്ധമായി പുറത്താക്കിയ മാനേജ്മെന്റിന്റെ നടപടിക്കെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC പ്രക്ഷോഭത്തിലേക്കെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 21 രാവിലെ 11 മണിക്ക് CMS LP സ്കൂളിന് മുന്നിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കും. സ്കൂൾ കുട്ടികൾക്ക് പാചകം ചെയ്തുവെച്ച ചോറിൽ കൃത്രിമം നടത്തിയും കുന്നംകുളം പോലീസിന്റെ ഒത്താശയോടെയും പാചക തൊഴിലാളിയെ പുറത്താക്കാനുള്ള ഗൂഢശ്രമം നടത്തിയവരെ കണ്ടെത്തി ശിക്ഷിക്കുക, തൊഴിലാളിയെ പുറത്താക്കാൻ മാനേജ്മെന്റിനു വേണ്ടി പോലീസിനെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുന്നത്. അടുത്ത ജൂണിൽ തുറക്കുന്ന പുതിയ സ്കൂൾ കെട്ടിടത്തിൽ 38 വർഷമായി ജോലി ചെയ്യുന്ന പഴയ പാചക തൊഴിലാളിയും അവരുടെ മകളും വേണ്ട എന്നതാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിലപാട് എന്നും സമയത്ത് പച്ചക്കറികളും പലവ്യഞ്ജനങ്ങളും നൽകാതെയും മകൾക്ക് ജോലിക്ക് വേണ്ടി മോഹിക്കേണ്ടെന്നും മറ്റും പറഞ്ഞ് സ്കൂൾ അധികൃതർ തൊഴിലാളിയെ പരമാവധി പീഡിപ്പിക്കുകയാണെന്നും യൂണിയൻ ഭാരവാഹികൾ ആരോപിച്ചു. പാചകം ചെയ്തുവെച്ച ഭക്ഷണത്തിൽ കൃത്രിമം നടത്തിയും നിയമവാഴ്ചയെ വെല്ലുവിളിച്ചും അനധികൃതമായി പോലീസിനെ ഉപയോഗിച്ച് പാചക തൊഴിലാളിയെ മാനേജ്മെന്റ് പുറത്താക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായിട്ട് നിരന്തരമായിട്ട് ഈ പാചക തൊഴിലാളിയോട് സ്വയം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതിന് സന്നദ്ധമല്ലാത്തത് കൊണ്ട് അവരുടെ സഹായിയായിട്ട് ജോലി ചെയ്യുന്ന മകൾക്ക് ഞാൻ ഒരു കാലത്ത് ജോലിയിൽ അവരെ നിയോഗിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് സമ്മർദ്ദത്തിലാക്കുക, അവര് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറി, ധാന്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ സമയത്ത് എത്തിച്ചു കൊടുക്കാതെ, ഭക്ഷണത്തിൽ വീഴ്ച വന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി മാത്രം സമയത്ത് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാതിരിക്കുക, ഒപ്പിടാൻ പോലും പല സമയത്തും അനുവദിക്കാതിരിക്കുക, അങ്ങനെ മാനസികമായിട്ട് അവരെ പീഡിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇനിയാണ് 10-ാം തീയതി വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ളൊരു നടപടിയിലെ അവരെ കുറ്റവാളിയാക്കി മാനേജ്മെന്റ് പുറത്താക്കുകയാണ്. സ്കൂളിൽ വേവിച്ചുവെച്ച ചോറിൽ കുതിർത്ത പച്ചരി കലർത്തി അതിന്റെ ഉത്തരവാദിത്തം തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെച്ചുമാണ് സ്കൂൾ അധികാരികൾ പാചക തൊഴിലാളിയെ പുറത്താക്കിയത്. 6ാമത്തെ ബക്കറ്റിൽ കയ്യിലിട്ട് ഇളക്കിക്കൊണ്ട് നൂൺമീലിന്റെ ചുമതലയുള്ള ഒരു സിമി ടീച്ചർ അവർ വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ്, ഈ കയ്യിലിട്ട് ഇളക്കിയിട്ട് ഭക്ഷണത്തിൽ കയ്യിലിട്ട് ഇളക്കി കൊണ്ടുവരികയാണ് ചോറ്, ഇതെന്താണ് 2 തരം ചോറ് എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ഇവരന്തം വിട്ടു. എന്താണെന്ന് നോക്കി ഇവര് നോക്കിയപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, വെന്ത ചോറിന്റെ കൂടെ ആ സ്കൂളിൽ വിതരണം ചെയ്യാത്ത പച്ചരി കുതിർത്ത് ഈ ചോറിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ടാണ് ഇവര് കൊണ്ടുവരുന്നത്. ഇത് സംബന്ധിച്ച് സംസാരിക്കാനെത്തിയ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് CU ശാന്തയെ സ്കൂൾ അധികൃതരുമായി സംസാരിക്കാൻ പോലും അനുവദിക്കാതെ പോലീസ് പുറത്താക്കുകയും ചെയ്തു. സർക്കാർ നയത്തിന് വിരുദ്ധമായി പോലീസിനെ ദുരുപയോഗം ചെയ്തവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും പാചകം ചെയ്തുവെച്ച ഭക്ഷണത്തിൽ കൃത്രിമം നടത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് യൂണിയൻ പരാതി നൽകിയിട്ടുണ്ടെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാടെ ലംഘിച്ചും നിയമവാഴ്ചയെ വെല്ലുവിളിച്ചും പുറത്താക്കിയ MK സരസ്വതിയെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാനുള്ള ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും യൂണിയൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PG മോഹനൻ, ജില്ലാ സെക്രട്ടറി VK ലതിക, ജില്ലാ പ്രസിഡന്റ് CU ശാന്ത, AITUC കുന്നംകുളം മണ്ഡലം സെക്രട്ടറി TK രവീന്ദ്രൻ, AITUC കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KV ശങ്കരനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.